ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡേ വിത്ത് എ ഡെലിവറി ബോയ്. ഇതെൻ്റെ ഫ്രണ്ട് അമലാണ്. അപ്പോൾ ഇവനാണെങ്കിൽ സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ്റെ ലൈഫ്, അതായത് ഇവൻ്റെ ഒരു ദിവസത്തിൽ ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വിഗ്ഗി ഓടുമ്പോഴത്തേക്കും ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലോട്ട് പോകും. ഇവർ മൈ ഷിഫ്റ്റ് എടുക്കുക, 1 to 3 to 4 എടുക്കുക, ബുക്ക് ചെയ്യുക. എന്നിട്ട് ഗോ സ്റ്റാർട്ട് എടുക്കുക. അപ്പോൾ വിളി വരും. ഇതിനകത്ത് ഒരു ഇത് വരും, വാണിങ് വരും. എന്നാൽ നമ്മൾ നേരെ ആ സ്ഥലത്തേക്ക് പോവുക, വെയിറ്റ് ചെയ്യുക, ഇതുപോലെ വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടി വെച്ചിട്ട് അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഇൻസെൻറ്റീവ് ഉണ്ട് നോക്കുക. ഇങ്ങനെ വരും, മുത്തശ്ശീസുമാണ്. എന്നാലും അസെറ്റ് ഓർഡർ കൊടുക്കുക, 2 ഓർഡർ അസെറ്റ് കൊടുക്കുക. എന്നിട്ട് ഈ മാപ്പ് ഇട്ട് കൊടുക്കുക, ഈ സൈഡത്തെ മാപ്പ് എടുത്ത് ഹോട്ടലിലേക്കുള്ള മാപ്പ് വരും, മുത്തശ്ശീസിലേക്ക്. ബാക്കി നമുക്ക് മുത്തശ്ശി പോയിട്ട്. ഓക്കെ. സൈഡ് ക്യാപ്ചർ കൊടുക്കുക, സെൽഫി കൊടുക്കുക. ബാംഗ്ലൂർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേര് ഈ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലി ഭയങ്കര സിമ്പിളാണെന്നാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട്, അതായത് പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഫുൾ ടൈം ആയിട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് എളുപ്പമുള്ളൊരു ഫീൽഡാണ് ഈ സ്വിഗ്ഗി ഓടുക, സൊമാറ്റോ ഓടുക, സെപ്റ്റോ ഓടുക, അങ്ങനെ ഡെലിവറി ബോയ് ആയിട്ട് ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് റാപ്പിഡോയും കേട്ടോ. അപ്പോൾ ജോലി കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് പൈസ വേണമല്ലോ ജീവിക്കാൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പിടിച്ച് നിൽക്കാനായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഈ ഒരു സ്വിഗ്ഗി ഓടിയും സൊമാറ്റോ ഓടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ നല്ല വെയിലത്ത് പണിയെടുക്കണം. അതുപോലെ തന്നെ നല്ല ട്രാഫിക്കാണ് ഈ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ. പിന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഫുഡ് എടുക്കാനും അതുപോലെ തന്നെ അത് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാപ്പ് പണി തരും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവൻ്റെ കൂടെ പോയപ്പോഴത്തേക്കുമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളിനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരെ വെറുതെ കുറ്റം പറയാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ടത് ഈ ചങ്ങേൻ്റെ അടുത്ത് ജോബി ജീവിച്ചെടുക്കുക, മാപ്പ് എടുക്കുക, യെസ് കൊടുക്കുക, മാപ്പ് കൊടുക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് സ്വിഗ്ഗി ഓടുന്നവരെ സൊമാറ്റോ ഓടുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവരെ കോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നമ്മൾ റൂം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കോൾ ചെയ്തിട്ട് എവിടെയാണെന്ന് കൺഫേം ആക്കാം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ട് താഴത്തോട്ടൊന്ന് ഇറങ്ങി വരാൻ പറയാം. പക്ഷേ മിക്ക ആൾക്കാരും റൂമിൽ കൊണ്ട് കൊടുക്കാനായിട്ടായിരിക്കും പറയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ. കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഓക്കെ കംപ്ലീറ്റ് എഴുതി അത് കൊടുത്ത് കൺഫേം ആക്കുക. നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. എന്നിട്ട് ഗോ ടു നെക്സ്റ്റ് ഓർഡർ അഭിരാം. വീണ്ടും അതേപോലെ തന്നെ മാപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് അടുത്തേക്ക് നിലവിലുള്ള ഇത് ഇപ്പൊ ഇതിന് പുറത്തേക്ക് പോയാൽ ഔട്ട് സ്റ്റേഷനാണ്. അപ്പൊ തിരിച്ച് നമ്മളെ ലൊക്കേഷനിലേക്ക് തിരിച്ച് റിട്ടേൺ വരണം, അന്നേരം നമുക്ക് ഓർഡർ കിട്ടും. അടുത്ത ഓർഡർ ഇത് അസെസ്റ്റ് 2 ഓർഡർ കിട്ടും.
സെറ്റ് കൊടുക്കുക, നേരത്തെ കിട്ടിയ അതേപോലെ. ഇത് വീണ്ടും മാപ്പിട്ട് നമ്മൾ അടുത്തേക്ക് പോവുക. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഓർഡറുകളെല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മുടെ ലാസ്റ്റത്തെ ഓർഡർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഓൾമോസ്റ്റ് ഒരു 7 ഓർഡറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഓർഡർ. അപ്പോൾ അതൊരു MNC കമ്പനിയിലോട്ട് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയായിരുന്നു. ഇൻസെൻറ്റീവ് ഒരു ദിവസം 75 രൂപ, അതായത് ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര ഇൻസെൻറ്റീവ്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.